إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا. فيا أيها الناس اتقوا الله حق تقاته فقد قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله تعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും മറ്റ് ജീവിത പ്രയാസങ്ങളിനാലും വിഷമിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സബറും ഈമാനും റാഹത്തും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യബന്ധങ്ങളിൽ ഏറെ വിലക്കിയ സ്വഭാവമാണ് അസൂയ എന്നുള്ളത്. മറ്റൊരാളുടെ ജീവിതത്തിലുള്ള അനുഗ്രഹത്തിൽ, നിഅമത്തിൽ മാനസികമായി നമുക്ക് അസ്വസ്ഥതയുണ്ടാവുക, അയാളോടും അയാൾക്ക് ലഭിച്ച അനുഗ്രഹത്തോടും ഒരമർഷവും ഈർഷ്യതയും ഉണ്ടാവലാണ് അസൂയ എന്ന് പറഞ്ഞാൽ. അൽ ഹസദു യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറുൽ ഹതബ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പ്രകാരം അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ലഭിക്കുന്ന നിഅമത്തുകൾ അസൂയ വച്ചാൽ അൽ ഹസദു യഅകുലുൽ ഹസനാത്ത്. ഒരു തീ മരത്തിനെ, വിറകിനെ എപ്രകാരം കരിച്ച് ചാമ്പലാക്കി കളയുമോ അപ്രകാരം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലുള്ള സൽക്കർമ്മങ്ങളെ അസൂയ കത്തിച്ച് ചാമ്പലാക്കി കളയും എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചില ഘട്ടങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ അസൂയ വെക്കുന്നതിനെ അനുവദനീയമായി പഠിപ്പിക്കുന്നുണ്ട്. അതെപ്പോഴൊക്കെയാണ്? ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമ്പത്ത് കൊടുത്താലല്ല, സമ്പത്ത് ലഭിക്കുകയും രാവും പകലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, സദഖയുടെ മാർഗത്തിൽ അതയാൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനോട് നമുക്ക് അസൂയ വെക്കാം. മറ്റൊരാൾ ഖുർആനിൽ നിന്ന് മനപ്പാഠം പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ്. കേവലമായി ഖുർആൻ മനപ്പാഠം പഠിക്കുക മാത്രമല്ല അയാൾ ചെയ്തത്, രാത്രികാലങ്ങളിൽ റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്നു. അങ്ങനെ തഹജ്ജുദ് സ്ഥിരമായി ഓതി നിസ്കരിക്കുന്ന ആളുകളെ കണ്ടാലും നമുക്ക് അസൂയ വെക്കാം.
അപ്രകാരം ഒരസൂയ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഇന്നുണ്ടായി. പലപ്പോഴും കണ്ണൂരിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തുള്ള നിങ്ങളുടെ ഇരിക്കൂറിലേക്ക് യാത്ര ചെയ്തു വരുമ്പോൾ വഴിയിൽ കാണുന്ന കാഴ്ചകളും ദൃശ്യങ്ങളുമെല്ലാം എൻ്റെ മനസ്സിൽ നന്നായി പതിക്കാറുണ്ട്. അത് കാണുമ്പോഴുണ്ടാവുന്ന എൻ്റെ മാനസിക വികാരങ്ങളും ചിന്തകളും പലപ്പോഴും നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാറുമുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ എയർപോർട്ടുള്ള റോട്ടിൽ കൂടി, എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ കൂടിയാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരാറുള്ളത്. പലപ്പോഴും ഞാൻ വാഹനത്തിൽ വരുമ്പോൾ എൻ്റെ വാഹനത്തെ മറികടന്നുകൊണ്ട് എയർപോർട്ടിലേക്ക് പോകുന്ന ചില വാഹനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ചിലത് ഇൻ്റർനാഷണൽ ട്രിപ്പും ടൂറൊക്കെ പോകുന്ന വാഹനങ്ങളായിരിക്കും. ആ പോക്കിൻ്റെ ആരവത്തിൽ, സന്തോഷത്തിൽ കാറിൻ്റെ ഡിക്കിയുടെ പിറകിൽ അവർ വലിയ ബാനറും ചിത്രമൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. ഫ്രം കണ്ണൂർ ടു യൂറോപ്പ്, ഫ്രം കണ്ണൂർ ടു തായ്ലാൻഡ്, ഫ്രം കണ്ണൂർ ടു മലേഷ്യ. ഒരാഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ബാനറൊക്കെ ഒട്ടിക്കും. നിറഞ്ഞു നിൽക്കുന്ന പെട്ടികളുമായി പോകുന്ന അത്തരം കാറുകളോടോ വാഹനങ്ങളോടോ അതിൽ സഞ്ചരിക്കുന്ന ടൂറിസ്റ്റുകളാകാൻ പോകുന്നവരോടോ മാനസികമായിട്ട് ഇന്നേ വരെ ഒരു അസൂയ തോന്നിയിട്ടില്ല. അവർ പോകുന്നത് പോലെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വരുന്ന ആ വഴിയിൽ കൂടി തന്നെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലെയും കർണാടകയിലും ഏറെക്കുറെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെല്ലാം ഉള്ളത്. മൈസൂരിലേക്കും ഊട്ടിയിലേക്കും ബാംഗ്ലൂരിലേക്കും എല്ലാം പോകുന്ന റൂട്ട്. ആ റൂട്ടിലേക്ക് എൻ്റെ വാഹനത്തെ മറികടന്നു പോകുന്ന വെള്ള ടൂറിസ്റ്റ് ബസ്സുകൾ. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയാലോ. കൂത്തും പാട്ടും കൂത്തരമ്പുകളുമായി ബഹളമയമായി നിൽക്കുന്ന ആ ബസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഇന്നേ വരെ അസൂയ തോന്നിയിട്ടില്ല. അവരുടെ ആ ബഹളത്തിൽ, അവരുടെ ബസ്സിൻ്റെ അകത്തുള്ള ആ കൂത്തരങ്ങിൽ ഞാനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന അസൂയയോട് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു യാത്ര പോകാനും മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ എൻ്റെ വാഹനത്തെ മറികടന്നുകൊണ്ട് ഒരു ടൂറിസ്റ്റ് ബസ് എൻ്റെ മുന്നിൽ കൂടി പോയി. വെള്ള കളറുള്ളൊരു ബസ്. ആ ബസ്സിൻ്റെ പിറകിൽ കെട്ടിത്തൂക്കിയ ഒരു ബാനർ കണ്ടപ്പോൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളോടും അടക്കാൻ സാധിക്കാത്ത അസൂയ മനസ്സിൽ തോന്നി. കാരണം ആ ബസ്സിൻ്റെ പിറകിൽ കെട്ടിത്തൂക്കിയ ബാനറിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: അള്ളാഹുവിൻ്റെ അതിഥികളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിലേക്ക് യാത്രയാവുന്നവർ. അള്ളാഹുവിൻ്റെ അതിഥികളായി, റബ്ബിൻ്റെ അതിഥികളായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ ഹാജിമാരാവണവർ, ഹജ്ജുമ്മമാരാവാൻ പോകുന്നവരാണ്. അവരോടല്ലാതെ മറ്റാരോടാണ് നമ്മൾ അസൂയ വെക്കേണ്ടത്? അവരോടല്ലാതെ മറ്റാരോടാണ് നമ്മൾ അസൂയ വെക്കേണ്ടത്? അതിഥികളാവാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളെ ക്ഷണിക്കപ്പെടാനും നമുക്ക് വലിയ ഇഷ്ടമാണ്. ആതിഥേയനാവാനും മറ്റുള്ളവരെ ഭക്ഷണം കഴിപ്പിക്കാനും നമുക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അതിഥികളാവുക എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ ഭാഗ്യമാണ്. അതും നമ്മളെ ക്ഷണിക്കുന്നത്, നമ്മൾ പോകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിലേക്കാണെങ്കിൽ അതെത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ ഭാഗ്യമാണ്. ഹാജിമാർ സാധാരണഗതിയിൽ ഇന്റർനാഷണലായി പുറം രാജ്യങ്ങളിലേക്കൊക്കെ യാത്രക്ക് പോകുന്ന യാത്രികൾ മടങ്ങി വരുമ്പോൾ അവർ ആ നാട്ടിൽ നിന്ന് വാങ്ങിയ പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാവും. പെട്ടി നിറയെ ചോക്ലേറ്റുകൾ ഉണ്ടാവും. പക്ഷേ ഒരു ഹാജിയും ഹജ്ജുമ്മയും ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവരുടെ കൈകൾ നിറയെ സ്വർഗമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ: വലൈസ ലിൽ ഹജ്ജിൽ മബ്റൂറി ജസാഉൻ ഇല്ലൽ ജന്ന. നന്മ നിറഞ്ഞ ഹജ്ജിനുള്ള പ്രതിഫലം സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ഹജ്ജിന് പോകുന്ന ബസ്സിൽ പ്രായമായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. പക്ഷേ ഹജ്ജ് കഴിഞ്ഞവർ മടങ്ങി വരുമ്പോൾ അവരെല്ലാവരും ഒരേ പ്രായക്കാരാണ്. അതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്: മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ്.
റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്ന ഹാജിയും ഹജ്ജുമ്മയും തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വരുന്നത് അവന്റെ ഉമ്മ എങ്ങനെയാണോ അവനെ പ്രസവിച്ചത് ആ ദിവസത്തിലെ ദിനം പോലെ പാപകർമ്മങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിവായവനായ നിലയിൽ, പൂർണ്ണമായും ശുദ്ധനായ നിലയിലാണ് അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. അവരോടല്ലാതെ മറ്റാരോടാണ് നമ്മൾ അസൂയ വെച്ച് പുലർത്തേണ്ടത്? ഹജ്ജ് ഒരു ഭാഗ്യമാണ്. ഹജ്ജ് അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്. ഹജ്ജ് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ലഭിച്ചു വരുന്ന ആളുകളാണ് ഹാജിമാർ. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ وَأَذِّنْ فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وَعَلَى كُلِّ ضَامِرٍ يَأْتِينَ مِنْ كُلِّ فَجٍّ عَمِيقٍ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് കഅബയുടെ സ്ഥാനം നിർണയിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം മകനും കഅബാലയത്തെ നിർമ്മിച്ചു. അള്ളാഹു പറഞ്ഞു, ഇവിടെ മരുഭൂമിയാണ്, മനുഷ്യരില്ലാത്ത, ഒരിറ്റ് വെള്ളമില്ലാത്ത, ഒരു ചെടിയോ പച്ചിലയോ ഇല്ലാത്ത ഭൂമിയാണ്. പക്ഷേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ കൂട്ടം കൂട്ടമായി ഈ നാട്ടിലേക്ക് വരുന്ന ഒരു ദിനം വരും. അവർ വരുമ്പോൾ, അവർ റുക്കൂ ചെയ്യുമ്പോൾ, അവർ സുജൂദ് ചെയ്യുമ്പോൾ, അവർ നിന്ന് നമസ്കരിക്കുമ്പോൾ, അവർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഈ കഅബാലയത്തിനെ അവർക്ക് വേണ്ടി ശുദ്ധിയാക്കി വെക്കുക. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി ജനങ്ങൾ നീ വിളംബരം നടത്തുക. യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, കാൽനടകളായിക്കൊണ്ട് കിലോമീറ്ററുകൾ ദൂരത്ത് നിന്ന് നമ്മൾ പോലും അറിയാതെ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ നടന്നു വരും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ആരും കാണാത്ത, ആരും എത്തിപ്പെട്ടിട്ടില്ലാത്ത ദ്വീപ സമൂഹങ്ങളായി, ആദിവാസി സമൂഹങ്ങളായി, ആഫ്രിക്കൻ ഉപാന്തരങ്ങളിലെ കാടുകൾ ജീവിക്കുന്ന മനുഷ്യര് പോലും ആ ഹജ്ജിന് വേണ്ടി ഇവിടെ വരും. അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് വരുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് വരുന്നവരാണ് ഹാജിമാർ. നമുക്കതിന് അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ആ വിളിക്ക് നമുക്ക് ഉത്തരം കിട്ടിയില്ല എന്നാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ പറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞു, അൻ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതാഅ ഇലൈഹി സബീല, നിനക്ക് വയ്യാൽ സാധിക്കുമെങ്കിൽ നീ ഹജ്ജ് ചെയ്യണം എന്നാണ് പഞ്ചകർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, നമസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം പഠിപ്പിച്ചപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ പറ്റി പറഞ്ഞത്. എന്താണ് വയ്യാൽ സാധിക്കുക എന്ന് പറഞ്ഞാൽ? സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും സാഹചര്യ സൗകര്യങ്ങളാലും സാധിക്കണം. എന്നാൽ സാമ്പത്തികമായി സാധിക്കുന്ന എത്ര പേര് നമുക്കിടയിലുണ്ട്? അവർക്കെല്ലാ ആളുകൾക്കും ഹജ്ജ് ചെയ്യാൻ ഇതുവരെ അവസരം ലഭിച്ചോ? അതുകൊണ്ട് ഹജ്ജ് ഒരു തൗഫീഖാണ്. ആരോഗ്യം കൊണ്ട് ഹജ്ജിന് സാധിക്കുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അവർക്കെല്ലാ ആളുകൾക്കും ഹജ്ജ് ചെയ്യാൻ സാധിച്ചോ? അതുകൊണ്ട് ഹജ്ജ് ഒരു തെരഞ്ഞെടുപ്പാണ്, അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. ഹജ്ജ് ചെയ്യാനുള്ള വാഹന സൗകര്യ, വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാകണം. അങ്ങനെ എല്ലാം അനുകൂലമായിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കരയണം, അള്ളാഹുവിന്റെ മുമ്പിൽ ദുആ ഇരക്കണം. അള്ളാഹു നീ എല്ലാ ആളുകളെയും കൊണ്ടുപോയി, എന്തേ എന്നെ കൊണ്ടുപോകാത്തത് എന്ന് റബ്ബിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി നമ്മൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഹിജ്റയുടെ 10-ാം വർഷത്തിലാണ് പ്രവാചകന്റെ ഹജ്ജ് നിർവഹിക്കാൻ പോയത്. ആ ഹജ്ജിന് ശേഷം 3 മാസം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളൂ. നബി തങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ സഹാബാക്കൾക്ക് വലിയ ആഗ്രഹം, പ്രവാചകന്റെ കൂടെ ഞങ്ങൾക്കും ഹജ്ജിന് പോകണം. ഉമ്മു മഅക്കൽ എന്ന് പറയുന്ന സഹാബി വനിത ദരിദ്രയാണ്. ഭർത്താവിനോട് ചോദിച്ചു, ഞാനും സഹാബത്തിനോടൊപ്പം, ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജിന് പോട്ടെ. ഭർത്താവ് പറഞ്ഞു, നിന്നെ ഹജ്ജിന് അയക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി എൻ്റെ കയ്യിലില്ല, സമ്പത്ത് ഞാൻ കരുതിക്കോളാം, നിങ്ങളുടെ കയ്യിൽ ഒരു ഒട്ടകല്ലേ, അതെനിക്ക് തരുമോ? ഭർത്താവ് പറഞ്ഞു, ആ ഒട്ടകത്തില് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്തതാണ്, അത് നിനക്ക് തരാൻ സാധിക്കുകയില്ല. ആ സ്ത്രീക്ക്, ഉമ്മു മഅക്കൽ എന്ന് പറയുന്ന സഹാബി വനിതക്ക് ആ വർഷം നബി തങ്ങളുടെ കൂടെ ഹജ്ജിന് പോകാൻ സാധിച്ചില്ല. ആ പെണ്ണ്, ആ സഹാബി വനിത കരഞ്ഞിരുന്നു. നബി തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമത്തിൽ ആ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ സലാം അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സലാം അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അറിയിക്കണം.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, ഞാൻ ഹജ്ജിന് പോകാൻ വേണ്ടി ഭർത്താവായ നിങ്ങളോട് സമ്പത്ത് ചോദിച്ചു, വാഹനം ചോദിച്ചു, നിങ്ങൾ തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. എൻ്റെ ഈ കൈവില്ലായ്മ, എനിക്ക് പോകാൻ സാധിക്കാത്തതിന്റെ പേരിലുള്ള മനോവിഷമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കണം എന്ന് പറഞ്ഞു. നബിതങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അബൂ മഅഖൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ നടന്ന സംഭവം ഒക്കെ പറഞ്ഞു. നബിതങ്ങൾ ആ സഹാബിയോട് ചോദിച്ചു, അബൂ മഅഖലേ, നിന്റെ കയ്യിൽ ഒരു ഒട്ടകം ഉണ്ടായിരുന്നില്ലേ? ആ ഒട്ടകത്തെ അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി വഖഫ് ചെയ്തതാണെങ്കിലും നിന്റെ ഭാര്യയ്ക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി അത് നിനക്ക് കൊടുത്തൂടായിരുന്നു, എന്തേ നീ കൊടുക്കാത്തത്? ആ സഹാബിക്ക് വലിയ വിഷമായി. ഞാൻ കാരണം എൻ്റെ ഭാര്യയ്ക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് വലിയ മനോവിഷമമായി. ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഹജ്ജിന് പോവാൻ കൊതിവെച്ച പൂതിവെച്ച എൻ്റെ ഭാര്യ ഒരു ചോദ്യം കൂടി അങ്ങയോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫമാ യഅദിലു ഹജ്ജതൻ മഅക്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോടൊപ്പം ഹജ്ജ് ചെയ്യാൻ എൻ്റെ ഭാര്യയ്ക്ക് സാധിച്ചില്ല, എന്നാൽ അങ്ങയോടൊപ്പം ഹജ്ജ് ചെയ്തതിന് തത്തുല്യമായിട്ടുള്ള പ്രതിഫലം എങ്ങനെയാണ്, മറ്റേത് കർമ്മം ചെയ്താലാണ് നേടിയെടുക്കാൻ സാധിക്കുക എന്ന് എൻ്റെ ഭാര്യ ചോദിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, العمرة في رمضان عمرة في رمضان تعدل حجة معي. റമളാൻ മാസത്തിൽ ഒരു ഉംറ നിർവഹിച്ചാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് നിർവഹിക്കുന്നതിന്റെ തത്തുല്യമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. ഹജ്ജിന് സാധിക്കാത്തവർക്ക്, ഹജ്ജിന് പോകാൻ സാമ്പത്തികമായി സാധിക്കാത്തവർക്ക് അവർക്കുള്ള ഒരു ഓപ്ഷനാണ് ഒരു ഉംറയെങ്കിലും ജീവിതത്തിൽ നിർവഹിക്കുക എന്നുള്ളത്. 1,00,000 കുറഞ്ഞ തുകയുണ്ടെങ്കിൽ നമുക്ക് ഉംറ നിർവഹിക്കാം. ആ ഉംറക്ക് പോലും നമുക്ക് അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ, നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ മാനസികമായിട്ട് വിഷമിക്കണം, നമ്മൾ മാനസികമായി ദുഃഖിക്കണം. നമ്മൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട്, റബ്ബേ, നിന്റെ ഹറമിന്റെ ഭൂമിയിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് നമ്മൾ ദുആ ചെയ്യണം. എനിക്ക് തുടർന്ന് പറയാനുള്ളത് ഈ വർഷത്തിന് ഹജ്ജിന് പോകുന്ന ഹാജിമാരോടാണ്, ഹജ്ജുമ്മമാരോടാണ്. നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മരണത്തെ ഓർക്കണം. ഇഹ്റാമിന്റെ വെള്ള വസ്ത്രം ധരിക്കുമ്പോൾ കഫൻ തുണി നിങ്ങളുടെ ശരീരത്തിൽ അണിയിക്കുന്ന നിങ്ങളുടെ മരണത്തിന്റെ ദിവസത്തെ നിങ്ങൾ ഓർക്കണം. ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഹജ്ജ് ഹൗസിൽ വെച്ച്, ഹജ്ജ് ക്യാമ്പിൽ വെച്ച് ഒന്ന് നന്നായി കുളിക്കും. ആ കുളിക്കുമ്പോൾ മയ്യത്തായതിനു ശേഷം കുളിപ്പിക്കുന്ന ആ ദിവസത്തെ ഒന്ന് ഓർക്കണം. എയർപോർട്ടിലേക്ക് വാഹനത്തിൽ സഞ്ചരിച്ചു പോകുമ്പോൾ ഖബറിടത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നതിനൊന്ന് ഓർക്കണം. സഅയ് ചെയ്യുമ്പോൾ, തവാഫ് ചെയ്യുമ്പോൾ അവിടെ വല്ല പ്രയാസമോ, ഭക്ഷണം ലഭിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രയാസങ്ങളും, യാത്രയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും എല്ലാം ഉണ്ടാകും. അവിടെ തിരക്കുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുടെ ശരീരം ഇടിക്കും, കഴിക്കാൻ നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം ഒന്നും കിട്ടൂല. ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടും പ്രയാസമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലും ഖബറിലെ പ്രയാസവും ദുരിതവും വേദനയും നമ്മൾ ഓർക്കണം. അത് ഓർക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിറകിലുള്ള കാരണം, മരണത്തിന് ശേഷം ജീവിതത്തിലേക്ക് ഒരു മടങ്ങി വരലില്ല. അതുപോലെ ഈ വർഷം ഹജ്ജിന് അവസരം ലഭിച്ച നമുക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല അടുത്ത വർഷം ഹജ്ജിന് അവസരം ലഭിക്കുമോ എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ഒരു ഹജ്ജ് നിർവഹിക്കുമ്പോൾ ഇതെന്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ ഹജ്ജാണ് എന്നുള്ള മനോവിഷമത്തോടുകൂടി, മനോചിന്തയോടുകൂടി ആയിരിക്കണം നമ്മൾ ഹജ്ജ് നിർവഹിക്കേണ്ടത്. ഹജ്ജിന് പോകുന്ന ഹാജിമാർ നമ്മുടെ നാട്ടിലെ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്ത് അവര് ചിലപ്പോൾ ചെന്നിറങ്ങുക സൗദിയിലെ ജിദ്ദയിലെ എയർപോർട്ടിലായിരിക്കും. അവിടെ ചെന്നിറങ്ങിയത് മുതൽ അവർ സഞ്ചരിക്കുന്ന ഓരോ ഇടങ്ങൾ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, സഹാബത്തുൽ കിറാമിന്റെ, അമ്പിയാക്കളുടെ പാദസ്പർശമേറ്റ ഭൂമിയാണ്. ജിദ്ദ എയർപോർട്ടിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് അല്പം ദൂരെ ജിദ്ദയുടെ പോർട്ടുണ്ട്. ഹജ്ജ് ചെയ്യാൻ വേണ്ടിയാണ് കേരളത്തിലെ കണ്ണൂരിൽ നിന്ന് നിങ്ങൾ മക്ക എന്ന് പറയുന്ന ലോകത്തിലെ പുണ്യം നിറഞ്ഞ നാട്ടിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ നാട്ടിൽ ജനിച്ചു വളർന്ന ചില ആളുകൾക്ക് സ്വന്തം ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ നബി തങ്ങളുടെ മകളായ റുഖയ്യ റളിയല്ലാഹു അൻഹയും ഭർത്താവായ ഉസ്മാ റളിയല്ലാഹു അൻഹു, അബൂ സലമ റളിയല്ലാഹു അൻഹു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അടക്കമുള്ള 100 കണക്കിന് സഹാബാക്കൾ മക്കയിൽ നിന്ന് ആ ജിദ്ദയുടെ തീരത്തേക്ക് കാൽനടയായി നടന്നുപോയി. ആ ജിദ്ദയെ തീരത്ത് വെച്ച് ഒരു കപ്പലിൽ കയറി അബിസീനിയ എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് യാത്ര ചെയ്തു. അവർ അവർ യാത്ര ചെയ്തു പോയ, അവർ പലായനം ചെയ്ത ഭൂമിയിൽ കൂടിയാണ് നിങ്ങൾ ഹജ്ജിന് മക്കയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഒരു വേള നിങ്ങൾ തായിഫ് എയർപോർട്ടിലാണ് ചെന്നിറങ്ങുന്നെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ മണ്ണിൽ നിങ്ങൾ ചുംബിക്കണം,
കാരണം ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ സ്വന്തം ഉമ്മാന്റെ കുടുംബക്കാരായ ബനൂ സഹറയിലെ ആളുകൾ, കുട്ടികൾ, തെമ്മാടികൾ കല്ലെറിഞ്ഞ് ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് ചോർന്ന വാർന്നൊഴുകിയ മണ്ണാണ് ആ തായിഫിലെ മണ്ണ്. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് മക്കയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇവിടെ ഹജ്ജിനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. പാസ്പോർട്ട് ഉണ്ട്, വിസയുണ്ട്, ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, മറ്റ് രേഖകളെല്ലാം ഉണ്ട്. കണ്ണൂർ എയർപോർട്ടിൽ വെച്ച്, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ എയർപോർട്ടിൽ വെച്ച്, അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങി മക്കയിലേക്ക് പോകുന്ന സമയത്ത് മക്കയിലേക്ക് കയറുന്ന ആ ഗേറ്റിന്റെ അടുക്കൽ വെച്ച് നിങ്ങളെ തടയപ്പെട്ടാൽ, അവിടെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ തടഞ്ഞു നിർത്തിയാൽ, ഹജ്ജ് ചെയ്യാൻ അനുവദിക്കുകയില്ല, തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും മാനസികാവസ്ഥ എന്തായിരിക്കും? സഹിക്കാൻ സാധിക്കുമോ നമുക്ക്? ഇനി ആലോചിച്ച് നോക്കൂ, നമ്മൾ പോകുന്നത് ഒരു വലിയ ടീമിന്റെ അമീറായിട്ടാണ്. അങ്ങനെ അമീറായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ വെച്ച് നമ്മൾ തടയപ്പെട്ടാൽ എങ്ങനെ തന്റെ അനുയായികൾ നോക്കും? നമ്മളെ വിശ്വസിച്ചു വന്ന് നമ്മുടെ കൂടെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു വന്ന നൂറുകണക്കിന് വരുന്ന ആ ടീമിലെ, ആ ട്രാവൽസിലെ അംഗങ്ങൾ എങ്ങനെ നോക്കും എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത, നിങ്ങൾ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മക്ക എത്തുന്നതിന്റെ 22 കിലോമീറ്ററുകൾ ദൂരത്തപ്പുറത്തെ ഹുദൈബിയ എന്ന് പറയുന്ന ഒരു നാടുണ്ട്. 1400 വർഷങ്ങൾക്കപ്പുറം ഇതുപോലൊരു ദുൽഖഅദ മാസത്തിൽ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സഹാബാക്കളെ അവിടെ പിടിച്ചു നിർത്തി. നിങ്ങൾക്ക് മക്കയിൽ പ്രവേശിക്കാൻ സമ്മതിക്കൂല, തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഉംറ ചെയ്യാൻ കൊതിച്ചു വന്നവർ ഉംറ ചെയ്യാൻ മക്കയിലെ മുശ്രിക്കുകൾ അനുവദിച്ചില്ല. ദുഃഖഭാരത്തോടുകൂടി ഹുദൈബിയയിൽ തിരിച്ചു പോകേണ്ടി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ അന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. തന്റെ കൂടെ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട സഹാബാക്കളോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കയിലെ ഖുറൈശികൾ നമ്മളെ ഉംറയ്ക്ക് നിങ്ങൾ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോവാം. നിങ്ങളെല്ലാവരും ഇഹ്റാം കെട്ടിയ ആളുകളാണല്ലോ, ഇഹ്റാം കെട്ടിയ നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് നിങ്ങൾ തഹല്ലുലാവണം, അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മുടിയെടുക്കുക എന്ന് പറഞ്ഞു. മുടി വടിച്ചു കളഞ്ഞ് നമുക്ക് നമ്മുടെ മദീനയിലേക്ക് മടങ്ങിപ്പോവാം, സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോവാം. ഈ മക്കത്ത് നമ്മളെ മക്ക മുശ്രിക്കുകൾ പ്രവേശിക്കുകയല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് കെഞ്ചി. ഏതൊരവസ്ഥയിൽ നബിതങ്ങൾ അനുസരിക്കുന്ന സഹാബാക്കളാണ്. നബിതങ്ങൾ പറഞ്ഞ മാത്രയിൽ നബിതങ്ങൾ പറയുന്ന കൽപ്പനകൾ ശിരസ വഹിക്കുന്ന സഹാബാക്കളാണ്. സഹാബാക്കളിൽ ഒരാൾ പോലും എഴുന്നേറ്റില്ല, ഒരാൾ പോലും നബിതങ്ങൾ അനുസരിച്ചില്ല, ഒരാൾ പോലും ഞങ്ങൾ ഉംറ ചെയ്യാൻ കൊതിച്ചു വന്നവരാണ്. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മക്കയിലേക്ക് ഉംറ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നവരാണ്. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞൊക്കെയാണോ? ഞങ്ങൾ ഉംറ ചെയ്യാൻ സമ്മതിക്കാതെ തിരിഞ്ഞ് പറച്ചയക്കുകയാണോ എന്നൊരു മനോവിഷമത്തോടു കൂടി സഹാബാക്കൾ ഇരുന്നു. അവരുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളയുന്ന കത്തിയെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ വെച്ച് പരസ്യമായി കൊണ്ട് മുടി കളഞ്ഞു. പ്രവാചകരെ കണ്ട് സഹാബാക്കൾ പൊട്ടിക്കരഞ്ഞു. സഹാബാക്കളും എല്ലാം മുടി കളഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. ആ വർഷം അവർക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചില്ല, അത് ഹിജ്റ. ആ വർഷം അവർക്ക് ഉംറ ചെയ്യാൻ സാധിച്ചില്ല, അത് ഹിജ്റ 6-ാം വർഷമാണ്. ഇതുപോലെ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സ്ഥലങ്ങൾ, കുറച്ചു ദൂരം നിങ്ങൾ യാത്ര ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഖബറടക്കപ്പെട്ട സ്ഥലം കാണാൻ സാധിക്കും. ഇതുപോലെ ആയിരക്കണക്കിന് വരുന്ന സഹാബാക്കൾ രക്തസാക്ഷിയായ ഖബറടക്കപ്പെട്ട ഭൂമികയിലുള്ള സ്ഥലങ്ങളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. കുറച്ചു ദൂരം കൂടി നിങ്ങൾ സഞ്ചരിച്ചാൽ മക്കയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് ഖബാബ് ഇബ്നു അറത്ത് എന്ന് പറയുന്ന സഹാബിയെ മക്കയിലെ ഖുറൈശികൾ കുരിശിലേറ്റി കൊന്ന സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുരിശിൽ കിടക്കുന്ന സഹാബിയോട് ഖുറൈശികൾ ചോദിച്ചു, ഖബാബെ, നിനക്ക് പകരം നിന്റെ മുഹമ്മദാണ് ഇതുപോലെ മുസ്ലിം ആയതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നതെങ്കിൽ നിനക്കത് തൃപ്തിയാകുമോ എന്ന് ചോദിച്ചു. ഖബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യ മക്കളോടൊപ്പം സുഖമായിരിക്കുകയും എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സാധിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച ഖബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തുൽ കിറാമിനെ പീഡിപ്പിച്ച് ക്രൂരപ്പെടുത്തി കൊന്ന ഭൂമിയിൽ കൂടിയാണ് നിങ്ങൾ ഹറമിലേക്ക് കടന്നു പോകുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭൂമി, ഹാജറുടെ ഭൂമി, ഇസ്മായിലിന്റെ ഭൂമി. നിങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾ തവാഫ് ചെയ്യുന്ന ആ മണ്ണില്ലേ, ആ മണ്ണിലായിരുന്നു സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പിട്ട് നിന്ന സമയത്ത് പ്രവാചകന്റെ കഴുത്തിന്റെ മുകളിൽ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടിട്ട ഭൂമി. നിങ്ങൾ സൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്
പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ കുഞ്ഞിന് വെള്ളം തേടിക്കൊണ്ട് സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക് ഓടിയ ഹാജറയെ നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടാവും. ആ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉള്ള സാഹചര്യത്തിലും നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ഹോപ്പ് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതിന് നമ്മുടെ തെളിവാണ്, നമ്മുടെ മുമ്പിലുള്ള മാതൃകയാണ് ഹാജറ ബീവി. ഒരു വേള പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന കുഞ്ഞിന്റെ അടുക്കൽ മാത്രം ഹാജറക്കിരിക്കാം. പക്ഷെ ഹാജറ സഫയിലേക്ക് ഓടി, സഫയിൽ നിന്ന് മറവയിലേക്ക് ഓടി, മറവയിൽ നിന്ന് സഫയിലേക്ക് ഓടി. ആ പ്രതീക്ഷയുടെ പ്രതീകമാണ് ഹാജറ. ആ ഹാജറയിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള പ്രതീകമാണ് മഹദി ഹാജറ അലൈഹിസ്സലാം. അറഫ മൈതാനിൽ നിങ്ങൾ ഒരുമിച്ച് കൂടും. ഏറ്റവും പുണ്യകരമായ പകൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അറഫയുടെ പകലാണ്. ലക്ഷക്കണക്കിന് വരുന്ന സഹാബാക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരും എല്ലാം സംഗമിച്ച ആദം അലൈഹിസ്സലാമും ഹവ്വയും ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടി എന്ന് പറയപ്പെടുന്ന ആ അറഫ മൈതാനി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മിനയിൽ നിങ്ങൾ രാപ്പാർക്കും. ആ മിനയിലെ ഭൂമിയിലായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കത്തിയും പിടിച്ചു നിന്നത്. ആ മിനയുടെ ഭൂമിയിൽ വെച്ചായിരുന്നു അൻസാരികളായ സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ്, അങ്ങയുടെ നാട്ടുകാർ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് വരി, ഞങ്ങൾ പൊന്നു പോലെ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെക്കാൾ കൂടുതൽ അങ്ങയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തത് ഈ മിനയിൽ വെച്ചായിരുന്നു. ആ മിനയിൽ നിന്ന് നിങ്ങൾ മുസ്ദലിഫയിൽ പോകും. ആ പോകുന്ന വഴിയിൽ നിങ്ങൾ മസ്ജിദ് ഖൈഫ കാണാൻ സാധിക്കും. മസ്ജിദ് ഖൈഫ്, ആ പള്ളിയിലായിരുന്നു ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കൾ നമസ്കരിച്ചു എന്ന് കണക്കാക്കപ്പെടുന്ന മസ്ജിദുൽ ഖൈഫ്. ആ മുസ്ദലിഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാപ്പാർത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയപ്പോൾ മുസ്ദയിൽ രാപ്പാർത്ത രാത്രിയിൽ അവിടെയുള്ള ഒരു മരത്തിന് താഴെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീർ വാർത്തുകൊണ്ട് ദുആ ചെയ്തത് ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ രീതിയിൽ ചരിത്രത്തിന്റെ ഓരോ ദിനങ്ങളും പകലുകളും കടന്നുപോയ ഭൂമിയിലേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇനി മദീനയിലെ എയർപോർട്ടിലേക്കാണ് ചെന്നിറങ്ങുന്നതെങ്കിൽ അത് എത്ര പുണ്യമായ ഭൂമിയാണ്. ലോകത്തിലെ ഒരു പട്ടണത്തിനും ഒരു ടൗണിനും കേവലമായി സിറ്റി ടൗൺ എന്ന് പേരിടാറില്ല. ക്യാപ്ടൗൺ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ വെറും സിറ്റി, വെറും മദീന എന്ന് പറഞ്ഞാൽ മാത്രം നമുക്ക് മനസ്സിലാകും അത് ആരുടെ സിറ്റിയാണെന്ന്. മദീനത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണമാണ്. യസ്രിബ് എന്ന് പറയുന്ന ആ നാടിന് മദീന എന്ന പേര് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലേക്ക് പലായനം ചെയ്ത് എത്തിയതിനു ശേഷമാണ്. മദീനത്താണ് നിങ്ങൾ ചെന്നു ഇറങ്ങുന്നതെങ്കിൽ ആ ഭൂമി, ആ മണ്ണിൽ ഒരു ചുടുചുംബനം പകരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിന്റെ മുകളിലുള്ള ഭൂമി, സഹാബാക്കൾ ഈ ഇൽമു പഠിച്ച, ഈ ദീൻ പഠിച്ച ഭൂമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും ഉസ്മാനും അടക്കമുള്ള സഹാബാക്കളെ എല്ലാം മറമാടപ്പെട്ട ജന്നത്തുൽ ബഖീയും പ്രവാചകന്റെ റൗള ശരീഫുമുള്ള ഭൂമി. ആ മദീനത്ത് നിന്ന് മക്കയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്തു വരിക ഒരുപക്ഷെ ബദറിൽ കൂടിയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഇസ്ലാമിന് വിജയം നൽകിയ ബദറിന്റെ ഭൂമി. ആ മക്കയുടെ അതിര് വിട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മതില് കാണാൻ സാധിക്കൂല, അവിടെ ഒരു കിടങ്ങ് കാണാൻ സാധിക്കൂല. പക്ഷേ 1400 വർഷങ്ങൾക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെയും കൂട്ടിയിട്ട് മദീനയുടെ അതിർത്തിൽ ഒരു കിടങ്ങ് കുഴിച്ചിരുന്നു. ആളുകൾക്ക്, പുറത്തുള്ള ശത്രുക്കൾക്ക് ഉള്ളിലേക്ക് കയറി വരാൻ സാധിക്കാത്ത രീതിയിൽ ഒരു വലിയ കുഴി കുഴിച്ചിരുന്നു. ദിവസങ്ങളോളം രാത്രിയും പകലും എടുത്ത് പ്രവാചകൻ കുഴിച്ച കുഴി. സഹാബാക്കളിൽ പലരും തന്റെ വയറ്റിൽ ഒരു കല്ല് കെട്ടിവെച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ ശരീരത്തിൽ 2 കല്ലുകൾ വെച്ച് കെട്ടിയിരിക്കുന്നു എന്ന് സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ആ കിടങ്ങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കിടങ്ങ് അവിടെ ഉണ്ടായിരുന്നു. കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഉഹുദ് കാണാം. അവിടെയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ രക്തസാക്ഷികളായി വീണത്. കടന്നു പോകുമ്പോൾ ഓരോ മണൽത്തരികളും ഓരോ പ്രദേശങ്ങളും എന്തിനു പറയുന്നു, അവിടെയുള്ള മലമുകൾ പോലും നമ്മളോട് പറയുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങളും പശ്ചാത്തലങ്ങളുമുണ്ട്. ജബലുൻ നൂറിൽ കയറിയാൽ അവിടെ ഹിറാ ഗുഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വഹിയിറക്കിയ ഹിറാ ഗുഹ,
ജബൽ സൗറിലാണ് കയറുന്നതെങ്കിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹിജ്റക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ 3 ദിവസം കഴിച്ചു കൂട്ടിയ സൗർ ഗുഹ. ഇങ്ങനെ ചരിത്രത്തിന്റെ ഓരോ സന്ധികളും അവിടുത്തെ മണൽത്തരികളിലും അവിടെയുള്ള വായുവിലും പ്രവാചകനെയും അമ്പിയാക്കളെയും സഹാബത്തുൽ കിറാമിനെയും കഴിഞ്ഞുപോയ മുൻഗാമികളായ സലഫുസ് സ്വാലിഹീങ്ങളുടെയും മുസ്ലിം സമൂഹത്തിന്റെയും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ആ സ്പന്ദനം ഹാജിമാർക്ക് അവിടെ അനുഭവിക്കാൻ സാധിക്കുന്നു. ഹാജിമാരോട് പറയാനുള്ളത്, ഹജ്ജിന് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനെ മടങ്ങി വരണം. ഒരു ഷെയ്ഖ് അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു അനുഭവമുണ്ട്. യൂറോപ്പുകാരനായ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് പരിപൂർണമായും വെസ്റ്റേൺ കൾച്ചറിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ദീനില്ലായ്മയിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ലഹരിക്കും മറ്റു മദ്യത്തിനും എല്ലാം അഡിക്റ്റായി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. മറ്റാരുടെയോ സമ്മർദ്ദത്തിന് വിധേയനായിട്ടാണ് ഇദ്ദേഹം ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഹജ്ജ് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തന്റെ പഴയ ജീവിതമെല്ലാം മാറി. കൂടെയുള്ള സുഹൃത്തുക്കൾ, കൂടെയുള്ള മറ്റുള്ള ആളുകൾ പഴയ ജീവിതത്തിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചു. പഴയ ലഹരിയിലേക്ക്, പഴയ മദ്യത്തിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ആ മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഹജ്ജിന്റെ ഏറ്റവും അവസാനം നിർവഹിക്കുന്ന കർമ്മം അത് അറവാണ്. ആ അറവോട് കൂടിയാണ് ഹജ്ജ് പൂർത്തിയാവുക. മിനയിൽ വെച്ചാണ് അറക്കുക. കന്നുകാലികളെയാണ് മിനയിൽ വെച്ച് അറക്കാറുള്ളത്. എന്നാൽ ഞാൻ ഹജ്ജ് പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ മിനയിൽ വെച്ച് അറുത്തത് എൻ്റെ പഴയ മുഹമ്മദിനെയാണ്. ഒരു പഴയ ഞാനുണ്ട്. ആ പഴയ എന്നെ ഞാൻ അവിടെ അറുത്തിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ പഴയതിനെ അറുത്തുകൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങിയെത്തേണ്ടത്. ഹജ്ജിന് പോകുന്ന ഹാജിമാരോട് ഈ നാട്ടുകാർ എന്ന നിലയിൽ നമുക്കൊരു വസിയത്തുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വസിയത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാൻ ഉംറയ്ക്ക് വേണ്ടി പോവുകയാണ്. ഫൗസിനി, എന്നോട് വസിയത്ത് ചെയ്യും, എനിക്ക് ഉപദേശം നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പുണർന്നിട്ട് പറഞ്ഞു, യാ ഉമർ, യാ ഉഖയ്യ, ലാ തൻസാനി ഫീ ദുആഇക, ലാ തൻസാനി ഫീ ദുആഇക. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമറിന്റെ ജീവിതത്തിൽ അത്രത്തോളം സന്തോഷം കിട്ടിയ മറ്റൊരു വാക്കുണ്ടാവില്ല. വിധങ്ങൾ ഉമറിനോട് പറഞ്ഞത്, ഉമർ, നിന്റെ ദുആക്കളിൽ ഞങ്ങളെ മറക്കരുത്. ഞങ്ങൾക്കും ഹജ്ജിന് പോകാൻ സാധിക്കാത്ത ഭാഗ്യം കെട്ടവരായ നിർഭാഗ്യവാന്മാർക്ക് ഹജ്ജിന് പോകുന്ന ഭാഗ്യവാന്മാരോട് പറയാനുള്ളത് അത് മാത്രമാണ്. ലാ തൻസാന ഫീ ദുആഇക. നിങ്ങൾ അറഫയിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ കാബ കാണുമ്പോൾ, നിങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ, നിങ്ങൾ സഅയ് ചെയ്യുമ്പോൾ, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ എല്ലാം ഒരിക്കലും ഞങ്ങളെ മറക്കരുത് എന്നുള്ള വസിയത്താണുള്ളത്. ഹജ്ജിന് പോകാൻ സാധിക്കാത്തവർക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കണം. വരും വർഷത്തിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയുള്ള നിയ്യത്ത് നമുക്കുണ്ടാവണം. സാമ്പത്തികമായി നമുക്ക് ശേഷിയില്ലെങ്കിലും നമ്മൾ സ്ഥിരമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. സമ്പത്ത് ഒന്നുമില്ലാത്ത എത്ര മനുഷ്യരാണ് ഹജ്ജ് ചെയ്യുന്നത്. കേവലം ഒരു പെട്ടിപ്പീടിയും ചായപ്പീടിയും നടത്തിയിട്ട് എത്ര മനുഷ്യരാണ് ഹജ്ജിന് പോകുന്നത്. ഹജ്ജ് സമ്പത്തിന്റെ മുകളിലല്ല, ഹജ്ജ് ആരോഗ്യത്തിന്റെ മുകളിലല്ല. ഹജ്ജ് ഹൗസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരാരോഗ്യമില്ലാത്ത എത്ര മനുഷ്യരാണ് ഹജ്ജിന് പോകുന്നത്. ഒരു സാമ്പത്തിക ശേഷിയില്ലാത്ത എത്ര മനുഷ്യരാണ് ഹജ്ജിന് പോകുന്നത്. ഹജ്ജ് ഒരു തൗഫീഖാണ്, അള്ളാഹുവിന്റെ തൗഫീഖ്, അള്ളാഹുവിന്റെ നോട്ടം, അള്ളാഹുവിന്റെ തിരഞ്ഞെടുപ്പ്. ആ അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ആ അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടാൻ വേണ്ടി നമ്മൾ നിയ്യത്ത് വെക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വഴികൾ എളുപ്പമാക്കി തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ കാന ലഹു സാദുൻ വറാഹിലത്തുൻ ഹത്താ തബ്ലുഗ ഇലാ ബൈത്തില്ലാഹ്. ഒരാളുടെ കയ്യിൽ ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തികമായും ആരോഗ്യപരമായിട്ടും എല്ലാ കഴിവും ശേഷിയും ഉണ്ടായിരിക്കെ അയാൾ ഹജ്ജ് ചെയ്യാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയ്യൻ ഔ നസ്റാനിയ്യ, അവൻ ജൂതനോ ക്രിസ്ത്യാനിയായിട്ടാണ് മരണപ്പെടുന്നത്. അവന് വേണമെങ്കിൽ മുസ്ലിം ഖബർസ്ഥാനിൽ ഖബറടക്കാം. പക്ഷേ ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയും ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടും ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അയാൾ ജൂതനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടാണ് മരണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമപ്രകാരം ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെയാണ് മരണപ്പെട്ടതെങ്കിൽ അയാൾ മരിച്ചാൽ അയാളുടെ സമ്പത്ത് മക്കൾ വീതം വെച്ചെടുക്കാൻ പാടില്ല എന്നുള്ള കർമ്മശാസ്ത്ര നിയമമുള്ളത്. വീതം വെക്കുന്നതിന് മുമ്പായി അതിൽ നിന്നൊരു 4 ലക്ഷം രൂപ മാറ്റിവെക്കണം.
ആ 4 ലക്ഷം രൂപ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്ന് ആരെങ്കിലും ഉപ്പാക്ക് പകരം ഒരു ഹജ്ജ് നിർവഹിക്കണം, ഉപ്പാന്റെ ഹജ്ജ്. അത് നിർവഹിച്ചിട്ട് ബാക്കിയുള്ള തുക മാത്രമേ മക്കൾക്കിടയിൽ വീതം വെച്ചെടുക്കാൻ പാടുള്ളൂ എന്ന് കർമ്മശാസ്ത്രത്തിലെ ഫുഖഹാക്കളെല്ലാം പറയുന്നത്, പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹജ്ജിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ സൂറത്തുൽ ഹജ്ജ് ഓതി നോക്കി. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികളെ കുറിച്ച് പറയുന്ന ഒരു ആയത്തുണ്ട്. ഇന്നല്ലാഹ യദ്ഖുലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ യുഹല്ലൂന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ വലിബാസുഹും ഫീഹാ ഹരീർ. നന്മ നിറഞ്ഞ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാണെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യർ കൈഭാഗത്തിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗത്തിന്റെ തോപ്പുകൾ സുഖിച്ചുല്ലസിച്ചുകൊണ്ട് അവരിയ്ക്കും. പട്ടിനാലുള്ള വസ്ത്രമായിരിക്കും അവർ ധരിച്ചിരിക്കുക. സ്വർണത്തിനാലും വെള്ളിയിനാലും മരതകത്താലുമുള്ള ആഭരണങ്ങൾ ശരീരത്തിൽ അവർ അണിഞ്ഞിരിക്കും. അങ്ങനെ സുഖിക്കുന്ന ഒരു കൂട്ടരോട് നമുക്ക് അസൂയ തോന്നില്ലേ? നമുക്ക് അസൂയ തോന്നുന്നുണ്ട്. അത് തന്നെയാണ് ഹാജിമാരോട് നമ്മൾ അസൂയ വെക്കണം എന്ന് പറയുന്നത്. ഹജ്ജ് ചെയ്യാനുള്ള കൊതിയും ആഗ്രഹവും ഉണ്ടാവണം. ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ നാട്ടിലാണ് വരാൻ പോകുന്നത് ദുൽഹിജ്ജ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പകലുകൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 പകലുകളാണ്. ആ 10 പകലുകളിലെ ഇബാദത്തുകൾ അല്ലാഹുവിന് അത്ര പ്രിയങ്കരമാണ്. റമളാനിലെ അവസാനത്തെ രാവിലെ രാത്രികൾക്ക് എത്രത്തോളം പുണ്യകരമാണോ അത്രത്തോളം പുണ്യകരമാണ് ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള 10 പകലുകൾ. സഹാബാക്കൾ ചോദിച്ചു, പോലെ ജിഹാദി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലമാണോ ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിൽ അമലുകളിലൊക്കെ കൂടുതൽ ഏർപ്പെട്ട? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളെക്കാൾ പ്രതിഫലം ലഭിക്കും ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനത്തിൽ അമലുകൾ കൊണ്ട് സജീവമാക്കുന്ന ആളുകൾ. ഈ ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിയ്യത്ത് വെക്കേണ്ടത് ഉളുഹിയ്യത്ത് കർമ്മത്തിന് വേണ്ടിയാണ്. സാധിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ട് ഉളുഹിയ്യത്തിൽ ഏർപ്പെടും. മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ അദ്ഹയുടെ ദിനത്തിൽ സഹാബാക്കളെ സാക്ഷിയാക്കി കൊണ്ട് പറഞ്ഞത്. ഒരാൾക്ക് ഉളുഹിയ്യത്ത് അറുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അയാൾ ഉളുഹിയ്യത്ത് അറുക്കാതെയാണെങ്കിൽ അയാൾ എന്റെ മുസല്ലയിൽ ഒന്ന് നിസ്കരിക്കേണ്ട, എന്റെ ഈദ്ഗാഹിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഉളുഹിയ്യത്ത് പുണ്യകരമായ കർമ്മമാണ്. നബി പഠിപ്പിച്ചില്ലേ, നിങ്ങൾ അറുക്കുന്ന ഉളുഹിയ്യത്തിന് ബലിമൃഗം, ആ ബലിമൃഗം നാളെ നിങ്ങൾക്ക് ശുപാർശ ചെയ്തുകൊണ്ടുവരും. ആ ഒട്ടകം നിങ്ങൾ അറുത്ത ഏത് കണ്ണിനെയാണോ ഏത് കാലിയാണോ ആ കാലി അതിന്റെ പല്ലുകളോടും രോമങ്ങളോടും അതിന് ശരീരത്തിൽ ഒരു പോറൽ പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ വരികയും നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ. നിങ്ങൾ ഉളുഹിയ്യത്ത് അറുക്കുമ്പോൾ അതിന്റെ കടാര ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ കഴുത്തിൽ നിങ്ങൾ കത്തിവെച്ച് അതിന്റെ ശരീരത്തിൽ നിന്ന് ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിൽ ഇറ്റി വീഴുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അടുക്കലാണ് ആ രക്തം തുള്ളി ഇറ്റി വീണത്. അള്ളാഹുവിന്റെ ദർബാറിൽ നിങ്ങളുടെ നന്മകളിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. ആ രീതിയിൽ ഉളുഹിയ്യത്ത് അറക്കാൻ വേണ്ടി നമ്മൾ നിയ്യത്ത് വെക്കണം. ഉളുഹിയ്യത്ത് അറക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ച ആളുകൾക്ക് ദുൽഹിജ്ജ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് നഖവും മറ്റു രോമങ്ങളും നീക്കം ചെയ്യുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന ഞായറാഴ്ചയോ തിങ്കളാഴ്ചയാണ് ദുൽഹിജ്ജ മാസം ആരംഭിക്കുന്നത്. അതിനു മുമ്പായിക്കൊണ്ട് ശരീരത്തിൽ നിന്ന് രോമങ്ങൾ നീക്കണം, ശരീരത്തിൽ നിന്ന് നഖങ്ങൾ നീക്കണം ഉളുഹിയ്യത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ. അങ്ങനെ ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന പുണ്യകരമായിട്ടുള്ള കർമ്മത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കണം. ഈ വർഷം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇരിക്കൂറിൽ സംയുക്തമായിട്ട് ഉളുഹിയ്യത്ത് നടക്കുന്നുണ്ട്. ഒരാളുടെ ഷെയർ 7000 രൂപയാണ്. സാധിക്കുന്ന എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണം. ഇനി 7000 രൂപ കൊടുക്കാനുള്ള സാമ്പത്തികമായി ശേഷിയില്ലാത്ത ഒരാളാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 2000-നും 3000-നും ഒക്കെ ഉളുഹിയ്യത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. 2500 രൂപക്കൊക്കെ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഉളുഹിയ്യത്തിന്റെ ഒരു ഷെയറിൽ നമുക്ക് പങ്കാൻ സാധിക്കും. ആ രീതിക്കെങ്കിലും വിവിധങ്ങൾ പഠിപ്പിച്ചില്ലേ, ഓരോ ഈത്തപ്പഴത്തിന്റെ ചീളെങ്കിലും മുറിച്ചു കൊടുത്തു സ്വർഗത്തുനിന്ന് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണേ എന്ന് പഠിപ്പിച്ചില്ലേ. ആ ഹദീസിന്റെ ഓർമ്മയിൽ അങ്ങനെയെങ്കിലും നമ്മൾ പങ്കെടുത്തുകൊണ്ട് ആ രീതിയിൽ എങ്ങനെയൊക്കെയാണ് സൽക്കർമ്മങ്ങൾ നമുക്ക് ഭാഗം സാധിക്കുക, ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകളൊക്കെ സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിക്കുമാറാകട്ടെ. ജീവിതത്തിൽ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കും ഹജ്ജുമാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല യാത്രകൾ സലാമത്തിലാക്കി കൊടുക്കട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും നൊമ്പരങ്ങളും വേദനകളും നീട്ടുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന